എൻ്റെ ടെറസിലെ കൊച്ചു ഡ്രമ്മിൽ ഞാൻ നട്ട റംബുട്ടാനാണ്. ആ റംബുട്ടാൻ കണ്ടിട്ട് നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കഷ്ടപ്പാട് ദൈവം നമുക്ക് അതിൻ്റേതായ പ്രതിഫലം തന്നു, അതുപോലെ നിങ്ങൾക്കും തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന രീതിയിൽ ഈ റംബുട്ടാൻ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. ഈ ടെറസിലെ എൻ്റെ ഈ കൊച്ചു ഡ്രമ്മിനകത്ത് ഇത്രയും റംബുട്ടാൻ നല്ലവണ്ണം പൂത്തതിൽ. ഇതായത് അന്ന് എനിക്ക് 350 രൂപയ്ക്ക് N90 N80 എന്നൊക്കെ പറഞ്ഞ് ഒരു തൈ തന്നിരുന്നു. അത് ഞാൻ ഡ്രമ്മിനകത്ത് കൃഷി ചെയ്ത രീതിയാണ്. സാധാരണ ഞാൻ ഡ്രമ്മിനകത്ത് എല്ലാ കൃഷി രീതിയിൽ നിറയ്ക്കുന്നത് പോലെ താഴെ 2-3 തൊണ്ട് വയ്ക്കുന്നു. പിന്നെ കുറച്ച് ജൈവ വളങ്ങൾ, പച്ച ഇലകളും കരിയിലകളും ഒക്കെ താഴോട്ടെടുത്ത് വെക്കുന്നു. പിന്നെ ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 ദിവസം ഞാൻ കുമ്മായപ്പൊടി അല്ലെങ്കിൽ ഈ കക്കപ്പൊടി ഇട്ട് വെച്ച ഒരു മണ്ണാണ്. അന്ന് 10 കൊട്ട മണ്ണാണ് എടുത്ത് വെച്ചിരുന്നത്. എന്നിട്ട് ഈ കക്കപ്പൊടി ചേർത്ത് വെച്ചിട്ട് 5 ദിവസം അതിനകത്ത് ഇരുന്നിരുന്നു. അപ്പോൾ ആ മണ്ണും പിന്നെ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ നമുക്ക് അറക്കപ്പൊടിയും ആകാം. പിന്നെ ചാണകപ്പൊടി, ആ ചാണകപ്പൊടി എപ്പോഴും ഡോളോമേറ്റ് ചേർന്നതായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നിലത്തല്ല വെക്കുന്ന, ഡ്രമ്മിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കെയർ ചെയ്ത് വെച്ചാലേ ഒക്കത്തുള്ളൂ. അതിനുശേഷം ഒരു 1/2 കിലോ അല്ല 1/4 കിലോ എല്ലുപൊടിയും കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ നട്ട റംബുട്ടാനാണ്. പക്ഷേ സാധാരണ നടുന്ന പോലെ നട്ടു. പക്ഷേ ഇത്രയും വിളവ് എനിക്ക് ഉണ്ടാകുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായപ്പം എനിക്കന്ന് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കണ്ടു, ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അതിനേക്കാൾ ഇരട്ടി വിളവ് 2ാമത് വന്നു. അതായത് എനിക്ക് ഈ ആദ്യത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി ഈ ഇലയൊക്കെ കരിയുന്നത് ഈ പൊട്ടാഷിൻ്റെ കുറവ് കൊണ്ടാണ്. അത് കാരണം അതുപോലെ തന്നെ പൂക്കുന്ന സമയം എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴത്തേന് കുറച്ച് എപ്സം സോൾട്ട് എന്ന് പറയും, അത് കുറച്ച് ഒരു ചെറിയ മരമായിട്ട് ഞാൻ 10 ഗ്രാമേ ഇട്ടുള്ളൂ. അതും നമ്മുടെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു സെപ്റ്റംബർ. അപ്പോൾ ഉടനെ അപ്പോൾ നമുക്കുടനെ ഒരു 2-3 ദിവസം ജനുവരി ആകുമ്പോൾ നല്ലോണം അങ്ങ് പൂക്കും. ഡിസംബറിൽ അങ്ങ് പൂ പിടിക്കാൻ തുടങ്ങും. പക്ഷേ ജനുവരി ആകുമ്പോൾ നല്ലോണം പൂക്കാൻ തുടങ്ങും. അപ്പം ശരിക്ക് കായ ഉണ്ടായി തുടങ്ങും നല്ലോണം. അന്ന് മുതൽ നമ്മൾ തുടർച്ചയായിട്ട് അതിനെ അങ്ങ് നനച്ച് കൊടുക്കണം. അത് നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള മെയിൻ കാരണം ഇല കരിയാതിരിക്കുകയും പൂവൊക്കെ കൊഴിയാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, SOP എന്ന് പറയുന്നത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനമാണ്. അതൊരു 3 ഗ്രാമിൽ എടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാ ഫ്രൂട്ട്സിനും സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ 2ാമത്തെ പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് ദൈവം ഇത്രയും ഫലം എനിക്ക് തന്നത്. ഞങ്ങൾക്ക് തന്നെ അതിശയപ്പോൾ എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡും വളരെ അവർക്ക് സന്തോഷമായി. ഇത്രയും ഇങ്ങനെ കൃഷിയിൽ നിന്നുണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് ഒരുപാട് സന്തോഷമായി. വളം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ് ചെയ്യാൻ, മൂട്ടിലൊഴിക്കരുത്. അതുപോലെ തന്നെ പുതയിലിട്ട് കൊടുക്കണം. അതിൻ്റെ ചുറ്റുപാട് നമ്മൾ വെട്ടിപ്പുറത്തൊന്നും ചെയ്ത്, കാരണം അതിൻ്റെ വേരുകളൊക്കെ മേളിൽ വന്നാണ് നിൽക്കുന്നത്. എപ്പോഴും ഒരു പുതയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ വളം ചെയ്യാൻ. അപ്പോൾ ഡ്രമ്മിൽ നടുമ്പോൾ നമ്മൾ കുറച്ച് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അതുകൊണ്ട് ഉറുമ്പൊന്നും ഡ്രമ്മിൽ വിട്ടുകൊണ്ട് കയറത്തില്ല. പിന്നെ ഞാൻ കിണറിൻ്റെ വില ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ കായും ഒരു പക്ഷികൾ കൊണ്ടുപോയാൽ തന്നെ കിട്ടുകയും ചെയ്തു. എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഒരു കറക്റ്റ് അത് നട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു 3-ാം വർഷം തൊട്ട് നമുക്ക് കായ്ഫലം കിട്ടിത്തുടങ്ങും. പിന്നെ 2 പ്രാവശ്യം കളിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നല്ലോണം വിളവ് പിടിച്ചത്. 3ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം എനിക്ക് എൻ്റെ രീതി മനസ്സിലായി. അപ്പം അതുപോലെ നിങ്ങളും ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ വീഡിയോ നോക്കി നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. മലേഷ്യൻ ഫ്രൂട്ട്സ് ആണെന്ന് പറയുന്നു. ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം, കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് കഴിക്കാൻ തോന്നും. ഒന്ന് കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും, അടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് നല്ലൊരു ഉന്മേഷമുണ്ട് കേട്ടോ അത് കഴിക്കുമ്പം തന്നെ. അതുകൊണ്ട് ഈ ഡ്രമ്മിലെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കെയർ മതി. പിന്നെ നമുക്ക് ടെറസിൻ്റെ മണ്ട ഇടയ്ക്കൊന്ന് കയറുമ്പോൾ ഡ്രസ്സൊക്കെ വിരിച്ചിടാൻ പോകുമ്പോൾ അതിനെ ഒന്ന് തൊട്ട് തലോടി ഒന്ന് വർത്താനമൊക്കെ പറയണം. ആഴ്ചയിലൊക്കെ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുങ്ങൾ കൂടുതൽ കായ്ഫലം തരും. പിന്നെ ഇതിന് എല്ലാത്തിനും ഒഴിക്കുന്ന പോലെ നീം സ്പ്രേ അടിക്കുന്ന സമയത്ത് അതിനും ഒരു നീം സ്പ്രേ കിട്ടാറുണ്ട്. പക്ഷേ ഈ മെയിൻ കാരണം ഇല കരിയുന്നതും പൂ ഒഴിയുന്നതും പൊട്ടാഷിൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പൊട്ടാഷിൻ്റെ സ്പ്രേ ഇതിന് വേണമെന്ന് പറയുന്നത്. പിന്നെ
ഡ്രമ്മിൽ എന്ത് ചാണകപ്പൊടി ഇട്ടാലും അത് ട്രക്കോഡർമ ചേർന്നായിരിക്കണം. ഇടവളം എന്ന നിലയിൽ ഒരു 3 മാസം കഴിയുമ്പോഴോ ഒരു 6 മാസം കഴിയുമ്പോഴോ ഇതുപോലെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്നും വീട്ടിലെ കമ്പോസ്റ്റ് കാണുമല്ലോ, 15 ദിവസം കൂടുമ്പോൾ വീട്ടിലെ പച്ചക്കറി അതെല്ലാം കൂടെ ചേർന്ന് കഞ്ഞിവെള്ളം കൂടെ ചേർന്ന് പുളിപ്പിച്ചതൊക്കെ കാണും. അത് ഞാൻ കുറച്ച് ഡൈല്യൂട്ടായി എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുന്ന പോലെ അതിനും കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തോ മിറാക്കിളാണോ, ഈ 3ാമത്തെ പ്രാവശ്യം നല്ലോണം ഫ്രൂട്ട്സ്, അതായത് ഞാനതിനെ കെയർ ചെയ്തു. എനിക്ക് മനസ്സിലായി ഇത് പൂക്കുന്ന സമയം എപ്പോഴാണെന്നും അതിൻ്റെ കായ എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.